കാട്ടിലൂടെ 3-4 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര. തൊട്ടടുത്തുള്ള അരുവിയിലെ വിശാലമായ കുളി. സ്വന്തമായി ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം. ബാച്ചിലറായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളായിട്ടോ ടൂർ പോകുന്ന സമയത്ത് മിക്കവാറും ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു റിസോർട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിസോർട്ട് നമുക്ക് വൈറ്റ് ഹൗസ് ട്രാവൽസിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സിനും ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ പ്രൈവസിയോടെ താമസിക്കാനും പറ്റുന്ന ഒരു റിസോർട്ടാണിത്. ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കിടക്കാം. RV ടോക്സിൽ ഞാൻ റൌഫ് V ഉമർ. നമുക്ക് കുറച്ച് ഓഫ് റോഡ് പോകാമെന്നുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി റിസോർട്ടിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതാ നല്ലൊരു ശുദ്ധമായ വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്. ഇവിടെ വേണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് പോകണമെങ്കിൽ ഒന്ന് പോവാം. ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് ഫോട്ടോഗ്രാഫറായ സലീമും പിന്നെ വൈറ്റ് ഹൗസ് ട്രാവൽസിൻ്റെ പാർട്ട്നേഴ്സായ റിജുവും ഷെരീഫുമാണ്. റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് കാണാം ഇവിടെ കുറേ കോട്ടേജുകളായിട്ടാണ് റൂമുകളുള്ളത്. അതുപോലെ തന്നെ ഈ വഴിയിലൂടെ നമ്മൾ കയറുകയാണെങ്കിൽ 2 സ്പെഷ്യലായിട്ടുള്ള കോട്ടേജുകളും നമുക്ക് കാണാം. ഈ സൈഡ് കാണുന്നത് വുഡ് ഹൗസ്, ഇവിടെ ഉള്ളത് ബാംബു ഹൗസ്. കുറച്ചും കൂടെ മുമ്പോട്ട് പോയിക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ ബാഡ്മിൻ്റനോ എന്ത് വേണമെങ്കിലും കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കാണുന്ന കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇതിൽ 2 റൂമുകളുണ്ട്. 1-2 റൂമുകളുള്ള കോട്ടേജുകളാണ് ഇവിടെ അധികവും. ഓരോ കോട്ടേജുകളും തമ്മിൽ അത്യാവശ്യം ദൂരമുള്ളതിനാൽ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും നല്ല പ്രൈവസി ഇവിടെ ഫീൽ ചെയ്യും. അടുത്തതായി നമ്മൾ ചിക്കൻ ബാർബിക്യൂ ചെയ്യാണ്. ചിക്കൻ നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. സലീമാണ് ഇന്നത്തെ ചീഫ് കുക്ക്. സലീമിൻ്റെ നിർദ്ദേശത്തിലാണ് മസാലകളൊക്കെ തയ്യാറാവുന്നത്. മസാല ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ആകെ അറിയാവുന്ന പണി മസാല തേക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഇതിനൊരു പേര് മാറ്റും. ചിക്കൻ, ചുട്ട ചിക്കൻ, പൊതിഞ്ഞ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ്. കാരണം ഇത് മസാലയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം. സാധാരണ മസാല ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ഷെരീഫിൻ്റെ പാട്ടും കേട്ടിട്ട് ചിക്കൻ അങ്ങനെ കനലിൽ കിടക്കുകയാണ്. ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സലീമിന് ഫോട്ടോ എടുക്കാൻ മാത്രമല്ല നല്ല ചിക്കൻ മസാല ഉണ്ടാക്കാൻ അറിയാമെന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. സലീമിൻ്റെ മസാല കൂട്ടും പിന്നെ ഞാൻ തേച്ചതുകൊണ്ടാണ് അറിയില്ല ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റിസോർട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ നമ്മൾ അരുവിയിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് ഹണിമൂൺ കോട്ടേജാണ്. അവിടെ നിന്ന് നേരെ നമുക്ക് ഇറങ്ങി ഈ പാറപ്പുറത്തേക്ക് വന്നിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ഹണിമൂൺ കോട്ടേജ് ഉണ്ടെങ്കിലും ഈ ഒരു റിസോർട്ട് മൊത്തത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ. ഇതിലെയാണ് അരുവിയിലേക്ക് ഇറങ്ങേണ്ടത്. വൈറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അട്ടയുണ്ട്. ഇത് കാലിൽ അവിടെ കടിച്ചിട്ടുണ്ട്. അട്ട അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടിച്ചു കഴിഞ്ഞാൽ വലിച്ചു ഊരാതെ അതിൻ്റെ മുകളിൽ വല്ല ഉപ്പോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത സാനിറ്റൈസറിൻ്റെ സ്പ്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അത് പറഞ്ഞു പോയിക്കോളും. നമ്മൾ അരുവിയിലെ കുളിയൊക്കെ കഴിഞ്ഞ് കയറുകയാണ്. ഈ റിസോർട്ടിലെ ഏറ്റവും നല്ല അട്രാക്ഷൻ അരുവിയിലെ കുളി തന്നെയാണ്. നിങ്ങൾക്ക് രാത്രിയൊക്കെ പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആന, മാന് ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ റിസോർട്ട് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്
ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെയാണ്. ആ അരുവിയിൽ വളരെ നമുക്ക് കുറച്ച് വഴുക്കൊക്കെ ഉണ്ടെങ്കിലും വളരെ സേഫായിട്ട് തന്നെ കുളിക്കാവുന്നതാണ്. അധികം ആഴമൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സേഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ് അത്. എൻ്റെ പിന്നിൽ കാണുന്നത് വേറൊരു കോട്ടേജാണ്. ഇത് വളരെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ചെയ്തത്. നമ്മൾ ഈ റിസോർട്ടിലെ മുക്കും മൂലയും ഒക്കെ കാണിച്ചിട്ട് നിങ്ങളെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മറ്റു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിച്ചത് കാട്ടിനുള്ളിൽ നമുക്ക് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണ്. വയനാട്ടിലെ വ്യത്യസ്തമായ കൂടുതൽ റിസോർട്ടുകളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് ട്രാവൽസിൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ ചാനലിലെ മറ്റു വീഡിയോകളും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.